ലോകത്തിലുള്ള എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും, സർവ ജീവജാലങ്ങൾക്കും ഏവർക്കും ഒരാത്മനമസ്കാരം. ഏവർക്കും സ്വാഗതം. എല്ലാവരും ഒരുവിധം എല്ലാവരും തന്നെ ഈശ്വരനെ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ആരാധിക്കുന്നവരുമാണ്. ഈശ്വരൻ എന്നാൽ എല്ലാ മതങ്ങളിലും ഓരോ നാമത്തിലും, ഓരോ ഭാവത്തിലും, ദേവതാഭാവത്തിലും, ദേവീഭാവത്തിലും, മറ്റു മതങ്ങളിലാണെങ്കിൽ അവരുടെ നാമം കൊണ്ട്, സങ്കല്പം കൊണ്ട് അല്ലാഹു എന്നോ ക്രിസ്തു എന്നോ ബുദ്ധനെന്നോ അങ്ങനെ പല മഹാത്മാക്കളെയും ഈശ്വരനായി കണ്ടുകൊണ്ട്, ദൈവമായി കണ്ടുകൊണ്ട് ആരാധിച്ചു പോരുന്നു, സ്നേഹിച്ചു പോരുന്നു. ക്ഷേത്രങ്ങളിലും പള്ളികളിലും ദേവാലയങ്ങളിലും ഈശ്വരനുണ്ടെന്ന സങ്കല്പത്തോടു കൂടി, അല്ലെങ്കിൽ അപ്രകാരമുള്ള ആലയങ്ങളിൽ ആ ഈശ്വരൻ്റെ സാന്നിധ്യം അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ഈശ്വരൻ കേൾക്കും എന്നുള്ളൊരു സങ്കല്പത്തിൽ, ഒരു വിശ്വാസത്തിൽ എല്ലാവരും അവരവരുടെ മതം അനുശാസിക്കുന്ന രീതിയിൽ ക്ഷേത്രങ്ങളിലും പള്ളികളിലും ദേവാലയങ്ങളിലും ആരാധിച്ചു പോരുന്നു. പലരും നിത്യേന പള്ളികൾ പോകുന്നവരും ആരാധിക്കുന്നവരും, ക്ഷേത്രത്തിൽ പോകുന്നവരും ആരാധിക്കുന്നവരും, ദേവാലയങ്ങളിൽ പോകുന്നവരും ആരാധിക്കുന്നവരുമാണ്. അത് ഇസ്ലാം സഹോദരങ്ങൾ അവർക്ക് നിർബന്ധമായിട്ടുള്ള ആരാധനകൾ പറഞ്ഞു വച്ചിട്ടുണ്ട്. ആ രീതിയിൽ അവരുടെ പരിശ്രമം കൊണ്ട് ആവുന്നത്ര അവ പൂർത്തീകരിക്കുവാനായിക്കൊണ്ട് സമയാസമയങ്ങളിൽ അവരതിനു വേണ്ടി തയ്യാറാകുന്നു. അവരപ്രകാരമുള്ള വിധിയിലൂടെ മുന്നോട്ട് പോകുന്നു. ഹൈന്ദവനായ ഹിന്ദു സഹോദരങ്ങളിലായാൽ അവർ രാവിലെയും വൈകിട്ടും ക്ഷേത്രങ്ങളിൽ പോവുകയും ആ ആരാധനകളിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു. മറ്റു ക്രിസ്തീയ ആലയങ്ങളിൽ അവർക്ക് പറഞ്ഞു വച്ചിട്ടുള്ളതായിട്ടുള്ള മാർഗത്തിലൂടെ അവരും മുൻപോട്ട് പോകുന്നു. അങ്ങനെ എല്ലാവരും ആ ഈശ്വരനെ ആരാധിച്ചു പോരുന്നു. ഈശ്വരനെ ആരാധിച്ചു പോരുന്നതോടൊപ്പം ഈശ്വരനെ ഒരുപാട് ഇഷ്ടത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും വാത്സല്യത്തോടു കൂടിയും ഏവരും ഈശ്വരനെ കാണുന്നു. പക്ഷേ ഈശ്വരനെ ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുന്നു എങ്കിൽ ആ നിങ്ങൾ ആരാധിക്കുന്ന, വിശ്വസിക്കുന്ന ആ ഈശ്വരൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളങ്ങനെ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ഈശ്വരനെ കണ്ടാൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യം വരും. ഈശ്വര, എത്രയായി പ്രാർത്ഥിക്കുന്നു, വഴിപാടുകൾ ചെയ്യുന്നു,
ഓരോ ദിനവും എത്രയോ പ്രാവശ്യം നാമജപ ഭജനങ്ങളിലൂടെ അങ്ങയെ സ്മരിക്കുന്നു, വിളിക്കുന്നു. അപ്പോൾ അപ്രകാരം ഒരുപാട് സ്നേഹവും ഇഷ്ടവും അങ്ങയോട് എനിക്കുണ്ട്. പക്ഷേ അങ്ങേക്ക് എന്നോടും ഇപ്രകാരമുള്ളൊരു ഇഷ്ടവും ഒരു സ്നേഹവും ഒരു വാത്സല്യവും അങ്ങേക്കും ഇല്ലേ എന്ന് ചോദിച്ചാൽ ഈശ്വരൻ എന്ത് മറുപടി നൽകും? മകൻ്റെ എന്നോടുള്ള സ്നേഹവും ഇഷ്ടവും വാത്സല്യവും എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു, ഞാൻ നിരീക്ഷിക്കുന്നു. അതിൽ നിനക്ക് സംതൃപ്തിയും ഒരാനന്ദവും കിട്ടിയിട്ടില്ല. കിട്ടിയിട്ടുണ്ട്, പക്ഷേ ആനന്ദമില്ലാതെ, ആ ഒരു സന്തോഷമില്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല. വേറെന്താണ് മകനെ നിനക്ക് വേണ്ടത്? എനിക്കൊരുപാട് കടങ്ങളുണ്ട്, എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട്, എൻ്റെ കുടുംബത്തിൽ പ്രയാസങ്ങളുണ്ട്. അതൊന്നും മാറ്റി തന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ്? എല്ലാറ്റിനും കഴിവുള്ള, എന്തിനും ഏതിനും കഴിവുള്ള ഈശ്വരനല്ലേ അങ്ങ്. എത്രയോ സ്വത്തുവകകൾക്ക് ഉടമയാണങ്ങ്. എത്രയോ സമ്പത്തിൻ്റെ മുതലാളിയാണ് അങ്ങ്. എൻ്റെ കടത്തിലേക്കോ എൻ്റെ കുടുംബത്തിലെ കടത്തിലേക്കോ എന്തെങ്കിലും തന്നുകൂടെ? അങ്ങനെ തന്നാൽ ഒരുപാട് സമാധാനം ഞങ്ങൾക്കുണ്ടാവില്ല. അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ കൊടുത്തുപോയാൽ ഇന്ന് ലോകം ഉണ്ടാകുമോ? അധ്വാനിക്കാതെ ജോലി ചെയ്യാതെ ഈശ്വര എന്നെ വിളിക്കുമ്പോൾ, എനിക്ക് പണം വേണം എന്നാവശ്യപ്പെടുമ്പോൾ ഞാൻ അവർക്ക് അപ്രകാരം കൊടുത്തുകൊണ്ടിരുന്നാൽ പിന്നെ ഇന്ന് ലോകം ഉണ്ടാവില്ല. കാരണം മനുഷ്യൻ അത്രത്തോളം ക്രൂരനും അക്രമിയും ആയി മാറും. അങ്ങനെ പരസ്പരം തച്ചുടയ്ക്കുകയും തല്ലിത്തകർക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മനുഷ്യകുലം മാറും. എൻ്റെ മുമ്പിലുള്ള വിധി നന്മയും കാരുണ്യവും സമാധാനവും ശാന്തിയുമാണ് ഞാൻ കാക്ഷിക്കുന്നത്. അതെവിടെയാണോ, ആരാണോ അപ്രകാരമുള്ള അവസ്ഥയിലേക്ക് നീങ്ങുന്നത്, ആരാണോ സമാധാനകാംക്ഷിയാകുന്നത്, അവരെ ഞാൻ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരോട് എനിക്ക് സ്നേഹം എൻ്റെ ഉള്ളിൽ മുളപൊട്ടും. എങ്കിൽ എന്നെ സ്മരിക്കുന്നവരോടും എന്നെ വിശ്വസിക്കുന്നവരോടും എന്നെ ഇഷ്ടപ്പെടുന്നവരോടും എനിക്കവരോട് ഇഷ്ടക്കുറവില്ല. പക്ഷേ എനിക്കവരോട് ഉള്ളിൽ സ്നേഹം തിരിച്ചങ്ങോട്ട് വേണമെങ്കിൽ അവരെനിക്ക് പ്രിയപ്പെട്ടവരാവണം. അവരുടെ നാമജപ വചനങ്ങൾ കൊണ്ട്, എൻ്റെ പേര് നിരന്തരം വിളിക്കുന്നത് കൊണ്ട് അവരെന്താണോ ഉയർത്തുന്നത്, അവരെന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതല്ലാതെ കണ്ട് അവരൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ്
ചെയ്യേണ്ടത് ഈശ്വര, ചെയ്യേണ്ടത് കാരുണ്യവും നന്മയും സമാധാനവും സ്നേഹവും ഓരോ വ്യക്തികളിലും ഓരോരുത്തരിലും, മാതാവിലും പിതാവിലും മക്കളിലും സഹോദരനിലും സഹോദരിയിലും സഹോദരനിലും എല്ലാവരിലും സ്നേഹവും ശാന്തിയും വാത്സല്യവും സ്വഭാവശുദ്ധിയും സത്യവും ധർമ്മനിഷ്ഠയും എല്ലാം വെച്ചു പുലർത്തിയിട്ടുള്ള ഒരു രീതിയിലൂടെ, ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകും. എന്നെ വിളിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾ ഉയരുന്നില്ല. നിങ്ങൾ ഉയരണമെങ്കിൽ ദാനധർമാദികളും നിർധനരായ കുടുംബങ്ങളിൽ അവരെ ഉയർത്തുവാനും ഉണർത്തുവാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ആത്മാർത്ഥതയോടു കൂടിയിട്ടുള്ള ശ്രമങ്ങൾ, ആത്മാർത്ഥതയോടു കൂടിയിട്ടുള്ള പ്രയത്നങ്ങൾ എല്ലാം വേണ്ടതാകുന്നു. അവനവനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അത് വലിയ കാര്യമായി, ചെറിയൊരു കാര്യമായിരുന്നാലും അതൊരു വലിയ കാര്യമായി എന്നിൽ നിക്ഷിപ്തമാകുന്നു. അപ്രകാരമുള്ളവരോട് മാത്രമേ എനിക്കിഷ്ടമുള്ളൂ. അല്ലാത്തവരോടായിക്കൊണ്ട് എനിക്ക് വെറുപ്പില്ല. അവരെയും ഞാൻ നിരീക്ഷിക്കുന്നു. പക്ഷേ ഞാൻ തിരിച്ച് എൻ്റെ വിശ്വാസികളോട് തിരിച്ചവരെ സ്നേഹിക്കണമെങ്കിൽ അവർ ദാനധർമാദികളിലൂടെ കാരുണ്യമാകുന്ന ആ കാരുണ്യത്തിൻ്റെ കടലായി അവർ മാറണം. കാരുണ്യത്തിൻ്റെ കടലെന്നാൽ ഒരു സമുദ്രത്തോളം എന്ന് എൻ്റെ മുമ്പിൽ ഞാൻ കൽപ്പിക്കുന്നത്, അവരെത്രത്തോളം ഉയർന്നവരാണ്, സമ്പാദ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും അവരെത്രത്തോളം ഉയർന്നവരാണോ, അവരാരിൽ കൊണ്ട് കഴിയും വിധം ദാനധർമാദികളും പുണ്യപ്രവർത്തനങ്ങളും മഹനീയമായിട്ടുള്ള കർമ്മങ്ങളും ചെയ്ത് അവരെന്നിൽ പ്രസാദമുള്ളവരായി അവർ മാറുന്നു. അപ്പോൾ ഞാനും സ്നേഹിക്കുന്നു, ഞാനും അവരെ ഇഷ്ടപ്പെടുന്നു. അപ്രകാരം മുന്നോട്ട് പോയി നമുക്ക് ഓരോരുത്തർക്കും ഈശ്വരവിശ്വാസികളായിട്ടുള്ള നമ്മളേവരും ഈശ്വരനെ നിത്യേന നിരന്തരം ഭജിച്ചാൽ മാത്രം പോരാ. ഒരുപാട് മതങ്ങളിൽ ഒരുപാട് ദാനധർമാദികളും ഒക്കെ അറിയുന്നവരുണ്ട്, അവർ ചെയ്യുന്നവരുണ്ട്. അവരോടായിട്ടില്ല എന്ന് പറഞ്ഞാൽ വേറൊരു മതത്തിനോടാണോ എന്ന് അതല്ല, ദാനധർമാദികൾ ചെയ്യുന്നവരോടല്ല ഈ പറയുന്നത്, ആയവ ചെയ്യാത്തവരോടും അതറിയാത്തവരോടും ആയിട്ടാണെന്ന് മാത്രം. മറ്റുള്ളവർ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു കൊള്ളരുതെന്ന് ഒരപേക്ഷയോട് പറഞ്ഞുകൊള്ളുന്നു. ഞാൻ ഏതെങ്കിലും മതത്തിന് എതിരോ ഏതെങ്കിലും ഒരു മതത്തിന് സപ്പോർട്ടോ പ്രത്യേകമായി ഞാൻ ചെയ്യുന്നില്ല. മനുഷ്യരായി നിലകൊള്ളുന്ന മനുഷ്യരിൽ നിന്നും വരുന്ന പോരായ്മകൾ ഏത് മനുഷ്യരായിരുന്നാലും ഏത് മതത്തിൽപ്പെട്ടതായിട്ടിരുന്നാലും അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾ അധർമ്മമാണെങ്കിൽ ഇത് തെറ്റാണെന്നും ധർമ്മമാണെങ്കിൽ അത് ശരിയാണെന്നും ആണ് എൻ്റെ ഉള്ളിലുള്ള വിശ്വാസം. ഏതൊരു മനുഷ്യനും നന്നായാലും ആ മനുഷ്യൻ നല്ലവനായിത്തീരുന്നു എന്നാണ് എൻ്റെ മുമ്പിലുള്ള മതം. മനുഷ്യനാണ് എൻ്റെ മുമ്പിലുള്ള മതം. മനുഷ്യൻ്റെ കുലമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യത്വേന മുന്നോട്ട് പോകണം. മനുഷ്യകുലം ഉയരണം, വളരണം. ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോടുകൂടി ദാനധർമാദികളുടെ കാരുണ്യത്തിൻ്റെ കടലായി ഉയരണം, വളരണം. അതറിഞ്ഞുകൊണ്ട് വരും തലമുറകൾ അതിലേക്ക് വേണ്ടി അവരുടെ മനസ്സും അവരുടെ പ്രയത്നങ്ങളും അതിലേക്കായി വളരണം. അതിനായിക്കൊണ്ട് നമുക്കേവർക്കും പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം, യത്നിക്കാം.
സ്നേഹമുള്ളവരത് കേൾക്കുന്ന ഏവർക്കും എൻ്റെ ഹൃദയവാസികൾ, എന്നിൽ കുടികൊള്ളുന്ന നിങ്ങളിലും കുടികൊള്ളുന്ന ആ മഹാചൈതന്യത്തെ ഈശ്വരാംശമായിട്ടാണ് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. ആ ഈശ്വരാംശത്തെ ഭയഭക്തിയോടുകൂടി വിശ്വസിച്ചുകൊണ്ട് ഓരോരുത്തർക്കും ഒരു പക്ഷിക്കായിരുന്നാലും നമ്മൾ കഴിക്കുന്ന അന്നത്തിൻ്റെ ഒരു ഭാഗം കൊടുത്ത് ഈശ്വരൻ്റെ കൃപ നേടുവാനായിക്കൊണ്ട് നമ്മൾ ആഗ്രഹിക്കണം. ഒരു 10 രൂപ പോലും നമുക്ക് കിട്ടുന്ന നമ്മുടെ പോക്കറ്റിലുള്ള പൈസ കൊണ്ട് ഒരു 10 രൂപ പോലും വൃദ്ധനായിട്ടുള്ള കുടുംബങ്ങൾക്ക് അവരുടെ ചികിത്സാ ചെലവുകളിലൊക്കെ ചികിത്സാപരമായിട്ടുള്ള ചിലവിലേക്കോ അല്ലെങ്കിൽ അവരുടെ ആഹാരത്തിനായിക്കൊണ്ടോ നമ്മൾ സമർപ്പിക്കണം. ദാനധർമാദികൾ ചെയ്ത് ദാനശീലരായി വളരണം, ഉയരണം. മനസ്സ് ശാന്തമാവും, ആത്മാവ് ശാന്തമാവും. അങ്ങനെ നമ്മളിൽ കുടികൊള്ളുന്ന മഹാത്മാവിനായിക്കൊണ്ട് കാരുണ്യമുള്ളവരായി മാറണം, കാരുണ്യമുള്ളവരായി നിലകൊള്ളണം. അങ്ങനെ നമ്മെ വിട്ടുപോകുന്നവർ ശാന്തിയോടുകൂടി അവർ പോകട്ടെ. ഇരിക്കുന്നവർ സമാധാനത്തോടു കൂടിയും ശാന്തിയോടു കൂടിയും ഇരിക്കട്ടെ. നന്മ നിറഞ്ഞ നന്ദി, നമസ്കാരം.